പുഴ ഞണ്ടാണെങ്കിലും കടൽ ഞണ്ടാണെങ്കിലും എന്തായാലും ശരി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇവിടെ ഇപ്പം പുഴ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പിടപെടുക്കുന്ന കണ്ടില്ലേ, നല്ല ജീവനുള്ള ഞണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടും കണ്ടോ പിടക്കുന്നത്. അപ്പം പിന്നെ അതിൻ്റെ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, മുളക് പൊടി ഇത്രയും ഒന്ന് മൂപ്പിച്ച് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു സവാള നന്നായി വഴറ്റിയെടുക്കാതെ അത് വഴന്ന് വരുന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക. ഈ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇതിലങ്ങോട്ട് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ അതും ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷമാണ് പച്ചമുളകും തക്കാളിയും ചേർക്കേണ്ടത്. അതും ചേർത്ത് അതും ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ച പൊടികൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് ഇത് പൊടികൾ മൂപ്പിക്കാൻ നിൽക്കണ്ട, ഒന്ന് അങ്ങോട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ഞണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഞണ്ടിൻ്റെ തൊണ്ടിന് നല്ല കട്ടിയാണ്, പുഴഞ്ഞുണ്ടായതുകൊണ്ട് ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് വേണേ അതിൻ്റെ കാല് ഇട്ട് കൊടുക്കുക. അപ്പോൾ കഴിക്കാനും എളുപ്പമായിരിക്കും, മസാലയും പിടിക്കും. ഇതാ പിന്നെ ചേർത്തത് കൊച്ചുള്ളിയാണ്. ഈ ഞണ്ട് കറിക്ക് രുചി കൂട്ടുന്ന ഒരു സംഭവമാണ് ഈ കൊച്ചുള്ളി. അങ്ങനെ മസാലയൊക്കെ നന്നായി ഞണ്ടിൽ പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, വേവാൻ ആവശ്യമായ വെള്ളം. മസാല ചൂടാക്കുമ്പോൾ തന്നെ ഞാൻ ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ കാര്യമായൊരു സംഭവം കൂടി ചേർക്കുന്നുണ്ട്. കണ്ടോ, ഇത് ഞണ്ടിൻ്റെ ഇണറാണ്. ഇതും കഴുകിയെടുത്ത് മാറ്റി വെച്ചതാണ്. ഒന്ന് പതച്ചൊരു പാതി വേവ് ആവുമ്പോഴത്തേക്കാണ് ഈ ഇണറിൻ്റെ ഇത് കൂടെ ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇത് കറിക്ക് രുചി കൂട്ടുന്ന സംഭവമാണ്. പണ്ട് പ്ലാവിലയിൽ ഇത് ചുട്ട് കഴിക്കുമായിരുന്നു, സൂപ്പർ രുചിയാണ്. അവസാനം ഇതാ ചാറൊക്കെ വറ്റി പാകത്തിന് വെന്ത് കഴിഞ്ഞ് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് അവസാനത്തെ മിനുക്ക് പണിയെന്നോണം ഇത്തിരി നല്ല വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്താൽ നമ്മൾ സൂപ്പർ ടേസ്റ്റുള്ള ഞണ്ട് റോസ്റ്റ് തയ്യാർ.